ജീവിക്കാൻ മാസം 3-3.5 ലക്ഷം രൂപയെങ്കിലും വേണം എന്നുള്ള പരാമർശത്തിന് പിന്നാലെ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയിയായ അഖിൽ മാരാർ. ഒരു അഭിമുഖത്തിൽ EMAയെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അഖിലിന്റെ മറുപടി. എണ്ണയടിക്കാൻ മാസം 80,000 അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ വേണമെന്ന് ലോൺ വേണോ എന്ന് ചോദിച്ചു ബാങ്കുകൾ തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. ഇതോടെ പണിക്കൊന്നും പോകാതെ നിനക്കെങ്ങനാ ഇത്രയും പണം കിട്ടുന്നത്? ഇത് കള്ളപ്പണമല്ലേ, കുഴൽപ്പണമല്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾക്കാണ് അഖിൽമാരാർ തന്റെ വരുമാന സ്രോതസ്സുകൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് ഒരു മാസം ഏകദേശം $900 ആണ് വരുമാനം ലഭിക്കുന്നത്. 900 × 88 അടിച്ചാൽ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വരുമാനം നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ യൂട്യൂബ് നോക്കുക. ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ സ്ഥിരമായി കണ്ടന്റ് ഇടുന്ന കണ്ടന്റ് ക്രിയേറ്റർ അല്ല. എൻ്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും അഭിമുഖങ്ങൾക്കും GST അടക്കം പ്രതിഫലം വാങ്ങിയാണ് ചെയ്യുന്നത്. എനിക്ക് സലൂണുണ്ട്. എനിക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളാണ്. ചെലവാക്കുന്ന കാര്യം പറഞ്ഞത് വലിയ ആഡംബരം എന്നതായിട്ട് പറഞ്ഞതല്ല. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ തരത്തിലാണ് ചെലവാക്കുന്നത്. പണ്ടെനിക്ക് 2000 രൂപ മാസം CC അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാർഷിക വായ്പ എടുത്താൽ ഒരു മാസം 800 രൂപ EMI അടയ്ക്കാൻ പറ്റാതെ മുടങ്ങിയിട്ടുണ്ട്. സിബിൽ സ്കോറിൽ ഒരു ലോണും കിട്ടാത്ത അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. 2 ലക്ഷം രൂപയുടെ ലോൺ 5,400,000 അടച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും കിട്ടാതിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ കടന്ന വഴികളിൽ ഞാൻ ഇതെങ്ങനെ നേടിയെടുക്കാൻ നേടിയെടുത്തു എന്ന് കാണിച്ചു. ചെലവ് കൂടുന്ന ഒരിക്കലും ഒരു മോശം കാര്യമല്ല. ഇന്ത്യയിൽ ഒരുപാട് കടങ്ങളുണ്ട്. ചൈനയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ട്. കടങ്ങൾ ഉണ്ടാകുന്നതല്ല കാര്യം, നമുക്കത് വീട്ടാനുള്ള ശേഷി ഉണ്ടാകുന്നു എന്നതാണ്. തന്നോട് ചോദിച്ച ഒരു നോർമൽ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. എത്ര EMA ഉണ്ട് എന്ന് ചോദിച്ചു. തനിക്ക് വേണമെങ്കിൽ പറയാതെ ഒഴിഞ്ഞു മാറാമായിരുന്നു. യാഥാർത്ഥ്യം പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ മറ്റൊരാൾ മനസ്സിലാക്കിയ ചെലവുകളാണ് മറ്റു പലർക്കും ഉള്ളത്.